നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. കുണ്ടറ പെരുമ്പുഴ സെറ്റിൽമെന്റ് കോളനിയിൽ 3 യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവം. കേസിൽ പ്രധാന പ്രതി പിടിയിൽ. പുനക്കന്നൂർ സ്വദേശി നിയാസ് ആണ് പിടിയിലായത്. തൊടിയൂരിലെ 3 വാർഡുകളിൽ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷ. ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിലെ കുഴൽക്കിണർ നാടിന് സമർപ്പിച്ചു. MLA ഫണ്ടിൽ നിന്നും 19 ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. ശാസ്താംകോട്ട ഭരണിക്കാവിലെ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് താലൂക്ക് വികസന സമിതി. യോഗത്തിൽ പങ്കെടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണം. തിരക്കുള്ള ജംഗ്ഷനുകളിൽ ഹോം ഗാർഡുകളെ നിയമിക്കണമെന്നും ആവശ്യം. ഇടതുമുന്നണി സർക്കാരിന്റെ അന്ത്യം കുറിക്കലാകും നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന് കോൺഗ്രസ് നേതാവ് KC ജോസഫ്. കായംകുളത്ത് UDF നേതൃസംഗമം. VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ടായിരുന്നു നേതൃസംഗമം. വിശദമായ വാർത്തകളിലേക്ക്. കുണ്ടറ പെരുമ്പുഴ സെറ്റിൽമെന്റ് കോളനിയിൽ 3 യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രധാന പ്രതി പിടിയിൽ. പുനക്കന്നൂർ നിഷാദ് മെൻസിലിൽ കൊള്ളിനിയാസ് എന്ന് വിളിക്കുന്ന നിയാസ് ആണ് കുണ്ടറ പോലീസിന്റെ പിടിയിലായത്. സംഭവവുമായി ബന്ധപ്പെട്ട് 15ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കുണ്ടറ പെരുമ്പുഴ സെറ്റിൽമെന്റ് കോളനിയിൽ 3 യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് പ്രധാന പ്രതി പിടിയിലായത്. പുനക്കന്നൂർ നിഷാദ് മൻസിലിൽ കൊള്ളിനിയാസ് എന്ന് വിളിക്കുന്ന നിയാസിനെയാണ് കുണ്ടറ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് 15ഓളം പേർക്കെതിരെ കേസെടുത്തിരുന്നു. അക്രമത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തി വരികയായിരുന്നു. ആലപ്പുഴ ആറാട്ടുപുഴയ്ക്ക് സമീപം നിയാസ് ഉള്ളതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് സാഹസികമായി ഇവിടെ എത്തി ഇയാളെ പിടികൂടിയത്. നവംബർ മാസം 9-ാം തീയതി കുണ്ടറ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ പെരുമ്പുഴ ഭാഗത്ത് ഒരു അറ്റംപ്റ്റ് മർഡർ ഉണ്ടായിരുന്നു. അതിലെ 3 പേർക്കായിരുന്നു ഗുരുതരമായി പരിക്കേറ്റത്. ഒരു ഗുണ്ടാക്രമണമായിരുന്നു. ആ സമയത്ത് വളരെയധികം മീഡിയ അറ്റൻഷൻ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. ആ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളില് കണ്ടാലറിയാവുന്ന 5 പേരും നെയിംഡ് ആയിട്ടുള്ള 5 പേരും കണ്ടാലറിയാവുന്ന 10 പേരും ടോട്ടൽ 15 പേരെയായിരുന്നു പറഞ്ഞിരുന്നത്. അതില് കാപ്പ ഉൾപ്പെടെ നിരവധി ക്രൈമുകളിൽ ഇൻവോൾവ് ആയിട്ടുള്ള മുതിൻകു സ്വദേശികളായ കൊള്ളി നിയാസ്, കൊള്ളി നിഷാദ് എന്നിവർ ഇൻവോൾവ് ആയിരുന്നു. അവരായിരുന്നു പ്രധാന 1ഉം 2ഉം പ്രതികളായിട്ട് പറഞ്ഞത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയിരുന്ന പ്രതികളെ അന്വേഷിച്ച് വലിയ അന്വേഷണം കുണ്ടറ പോലീസിന്റെ ഭാഗത്തുണ്ടായി. പ്രത്യേകമായ ഒരു സ്ക്വാഡ് തന്നെ ഫോം ചെയ്ത് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ശ്രമം നടത്തിയിരുന്നു. കുറ്റകൃത്യം കമ്മിറ്റ് ചെയ്തതിനു ശേഷം അവര് കുറെ കാലം സ്റ്റേറ്റ് വിട്ട് തന്നെ പോയിരുന്നു. അപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സ്ക്വാഡ് നമ്മുടെ പല ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചത് അന്വേഷണത്തില് ഇന്നലെ ആലപ്പുഴ ആറാട്ടുപുഴയ്ക്ക് സമീപം ഇയാളുടെ ഭാര്യ വീടിന് സമീപത്ത് ഇയാളുള്ളതായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുകയും രാത്രി നമ്മുടെ പോലീസ് ഒരു അത്യന്തം ശ്രമകരമായ ഒരു പരിശ്രമത്തിലൂടെ കൊള്ളി നിയാസിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ കേസിലേക്ക് ഇന്ന് അയാളെ റിമാൻഡില് കോടതി റിമാൻഡ് പ്രവേശനം ഹാജരാക്കുകയാണ്. കാപ്പ നിയമപ്രകാരം പലതവണ നാടുകടത്തപ്പെടുകയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ യുവാവാണ് ഇയാൾ. കേസിൽ സഹോദരൻ നിഷാദ്, വിഷ്ണുലാൽ, തൻസീർ, ഫൈസൽ എന്നിവർ കൂടാതെ കണ്ടാലറിയാവുന്ന 15ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. 2025 നവംബർ 9 രാത്രി 10:30 സംഭവം. ആലുമൂട് തൊടിയിൽ പുത്തൻവീട്ടിൽ ജോൺ, പെരുമ്പുഴ സെറ്റിൽമെന്റ് കോളനിയിൽ ഗോപകുമാർ, അനു ഏലിയാസ് എന്നിവർക്കാണ് വെട്ടേറ്റത്. 2 ഓട്ടോറിക്ഷയിലും 8 ബൈക്കുകളിലുമായി എത്തിയ സംഘമാണ് അക്രമം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. എഴുകോൺ ജംഗ്ഷൻ വികസനത്തിന് ബഡ്ജറ്റിൽ 5 കോടി രൂപ അനുവദിച്ചു. എഴുകോൺ ജംഗ്ഷൻ വികസനം എന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. എഴുകോൺ ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന റെയിൽവേ ഓവർ ബ്രിഡ്ജാണ് എന്നും ജംഗ്ഷൻ വികസനത്തിന് തടസ്സമായി നിൽക്കുന്നത്. 5 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചതോടെ എഴുകോൺ ജംഗ്ഷൻ വികസനം എന്ന ആവശ്യം യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷ. എഴുകോൺ ജംഗ്ഷൻ വികസനം എന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമാണുള്ളത്. ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന റെയിൽവേ മേൽപ്പാലമാണ് ജംഗ്ഷൻ വികസനത്തിന് പ്രധാന തടസ്സമാകുന്നത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മേൽപ്പാലം പില്ലറുകളിൽ എഴുകോൺ റെയിൽവേ സ്റ്റേഷന് മുന്നിലെത്തിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ നേതൃത്വത്തിൽ പഠനങ്ങളും സർവേയും നടത്തിയിരുന്നു. എന്നാൽ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ പരിഗണനയിലേക്ക് എത്തിയതോടെ പദ്ധതി വീണ്ടും മുടങ്ങിയ മട്ടിലാണ്. ജംഗ്ഷൻ വികസനത്തിനായി 5 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയതോടെ എഴുകോൺ നിവാസികൾ വീണ്ടും പ്രതീക്ഷയിലാണ്. ന്യൂസ് ബ്യൂറോ, എഴുകോൺ.
തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിൽ നിർമ്മിച്ച കുഴൽക്കിണറിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടത്തി. MLA ഫണ്ടിൽ നിന്നും 19,06,000 രൂപ വിനിയോഗിച്ചാണ് കുഴൽക്കിണർ നിർമ്മിച്ചത്. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ 19-ാം വാർഡിൽ സ്ഥാപിച്ചിരുന്ന കുഴൽക്കിണർ പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ 18, 19, 20 വാർഡുകളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് നേരിട്ടിരുന്നത്. CR മഹേഷ് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 19,06,000 രൂപ വിനിയോഗിച്ചാണ് പുതിയ കുഴൽക്കിണർ നിർമ്മിച്ചത്. CR മഹേഷ് MLA പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. തഴവ പഞ്ചായത്തും തൊടിയൂർ പഞ്ചായത്തും കുലശേഖരപുരം പഞ്ചായത്തുമാണ് നമ്മുടെ ആ കുന്നത്തൂർ കരുനാഗപ്പള്ളി സംയുക്ത കുടിവെള്ള പദ്ധതി ഉൾപ്പെടുത്തിയത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതുവരെ ഇതൊരു ആശ്വാസമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ, നമുക്കറിയാം, ഒരു ഫണ്ട് അനുവദിക്കുന്നതല്ല പ്രശ്നം. അനുവദിക്കുന്നത് പഞ്ചായത്ത് കമ്മിറ്റി കൂടി ഫണ്ടങ്ങ് അനുവദിക്കാം, അല്ലെങ്കിൽ MLAക്ക് വേണമെങ്കിൽ എഴുതി കൊടുത്ത് ഫണ്ട് അനുവദിക്കാം. പക്ഷേ ആ ഫണ്ട് പേപ്പറിലാണ്. പിന്നീട് അത് പ്രവൃത്തി പദത്തിൽ എത്ര വർഷത്തിന് മുമ്പ് അനുവദിച്ച MLA ഫണ്ട് നിർമ്മിച്ച് ഉപയോഗപ്പെടുത്തി നടത്തുന്ന ഈ കുഴൽക്കിണർ വെള്ളം വരുന്ന ഇപ്പോഴാണ്. അപ്പോൾ അത്രയും കാലതാമസമുണ്ട്. അപ്പോൾ പദ്ധതികൾക്ക് പണം അനുവദിക്കുന്നതല്ല, അത് പൂർത്തീകരിക്കുന്നതാണ് എടുക്കുന്ന താമസം. ഈ പൂർത്തീകരണത്തിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കും. എന്തൊക്കെ പരാതി നമ്മൾ പറഞ്ഞാലും ശരി, വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ അവരാണ് വളരെ ആത്മാർത്ഥമായി ഈ പ്രവർത്തനം ഇപ്പോഴെങ്കിലും നടത്തുവാൻ ഇത് ചെയ്തത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, മുഴുവൻ ആളുകളെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഗ്രാമപഞ്ചായത്ത് 2.6 ലക്ഷം രൂപയും പദ്ധതിക്കായി വകയിരുത്തിയിരുന്നു. ഏറെ പ്രതിസന്ധികൾ നേരിട്ടാണ് കുടിവെള്ള പ്രശ്നത്തിന് ഈ മേഖലയിൽ പരിഹാരം കാണാനായത്. കുഴൽക്കിണർ നിർമ്മിക്കുന്നതിനുള്ള വലിയ വാഹനം കടന്നുപോകാൻ സൗകര്യമില്ലാത്തതിനാൽ സമീപവാസികൾ അവരുടെ വസ്തുവിൽ നിന്നിരുന്ന മതിൽ പൊളിച്ചു നീക്കം ചെയ്താണ് വാഹനം കടന്നുവരാനുള്ള സൗകര്യം ലഭ്യമാക്കിയത്. കുഴൽക്കിണറും പമ്പ് ഹൌസും സ്ഥാപിച്ചത് വെറ്റമുക്ക് താമരക്കുളം റോഡിലെ ചാമ്പക്കടവ് ഡ്രൈവർമുക്ക് റോഡിന്റെ ഭാഗത്താണ്. കിഴക്കുഭാഗത്തുള്ള വാർഡുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനായി റോഡ് ക്രോസ് ചെയ്ത പൈപ്പ് ലൈൻ സ്ഥാപിക്കേണ്ടതിനാൽ CR മഹേഷ് MLA ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും KRFB ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു ചേർക്കുകയും ആവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി റോഡ് റീസ്റ്റോറേഷൻ ചാർജ് അടയ്ക്കുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചു. പൈപ്പ് സ്ഥാപിച്ച ജലവിതരണ ലൈനിൽ കണക്ഷൻ നൽകിയാണ് കുടിവെള്ള വിതരണം ആരംഭിച്ചത്. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയപ്രകാശ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സദ്ദാം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രഞ്ജിത്ത് ശശാങ്കൻ, ശോഭ സരസൻ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജഗത, അനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി C രാജേന്ദ്രൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കുറെ കാലം കൊണ്ട് ഈ നാട്ടിലെ ജനത ആഗ്രഹിച്ച ഒരു സംവിധാനം ഇനി അങ്ങോട്ട് കുടിവെള്ളം കിട്ടാതെ വരൾച്ച സമയങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോഴേ വിളി തുടങ്ങി, പലയിടത്തും കുടിവെള്ളം ഇല്ല എന്നുള്ള വിളി ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞ് ഏതായാലും ഒരു ഘട്ടം എന്നുവെച്ചാൽ ഒരു ഭാഗം ഈ കുടിവെള്ളത്തിന് മോചനം നേടി എന്നുള്ളൊരു അതിയായ സന്തോഷമുണ്ട്. അത് നല്ല കാര്യമാണ്. അത് MLAയുടെ ഫണ്ടും പഞ്ചായത്തിൻ്റെ ഫണ്ടും കൂടെ വെച്ചുകൊണ്ടാണ് അത് ചെയ്തത്. അതിന് നേതൃത്വ പഞ്ചായത്ത് കമ്മിറ്റി ഒക്കെ അതിന് തയ്യാറെടുപ്പ് നടത്തി എന്നുള്ളത് വസ്തുതയാണ്. വസ്തുത അല്ലെന്ന് പറയാൻ എന്നെ കൊണ്ടൊക്കില്ല. അതുകൊണ്ട് ഈ സംരംഭം ഏതായാലും വിജയിപ്പിച്ച് അതിൻ്റെ പര്യവസാനത്തിലേക്ക് എത്തിയത് നല്ല കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. SC വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇവ വിതരണം ചെയ്തത്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലാണ് SC വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തത്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വിതരണം. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരത് SP വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിന് ഏറ്റവും അഭിമാനകരമായ ഒരു ദിവസം കൂടിയാണ്. നാളേക്കുള്ള യുവതലമുറകളെ വാർത്തെടുക്കാനുള്ള കുട്ടികൾക്ക് സ്കൂളുകളിൽ മാത്രമല്ല നമ്മുടെ വീടുകളിൽ ഇരുന്നവർ പഠിക്കുവാനായിട്ടുള്ള മേശയും കസേരയുമാണ് ഇന്നലെ വിതരണം ചെയ്തത്. നിർവഹണ ഉദ്യോഗസ്ഥ KR ബീന അധ്യക്ഷത വഹിച്ചു. അപേക്ഷകളാണ് കിട്ടിയിട്ടുള്ളത്. 52 അപേക്ഷകളും അപേക്ഷകർക്കും കൊടുക്കാനുള്ള സാധനം പകുതി എത്തിയിട്ടുണ്ട്, പകുതി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇപ്പം തന്നെ തരാനുള്ള സെറ്റ് ഇവിടെ ഉണ്ടായിരിക്കും. പഞ്ചായത്ത് അംഗങ്ങളായ ദിലീപ്, അനിൽ പനപ്പെട്ടി, വിനോദ, ഉദ്യോഗസ്ഥരായ ജയചന്ദ്രൻ, സിദ്ദിഖ തുടങ്ങിയവർ പങ്കെടുത്തു. 2-ാം വാർഡിലെ നന്ദിത എന്ന വിദ്യാർത്ഥിക്ക് മേശയും കസേരയും നൽകിയായിരുന്നു വിതരണോദ്ഘാടനം. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ശാസ്താംകോട്ട ഭരണിക്കാവിലെ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. യോഗത്തിൽ പങ്കെടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്ന് യോഗത്തിൽ ആവശ്യം ഉയർന്നു. ശാസ്താംകോട്ട താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് ആവശ്യമുയർന്നത്. ഭരണിക്കാവിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്.
ഇത് നിയന്ത്രിക്കാൻ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. സിനിമാ പറമ്പിലും ആഞ്ഞിലിമൂട്ടിലും ഗതാഗത നിയന്ത്രണത്തിന് ഹോംഗാർഡിനെ നിയമിക്കണമെന്ന ആവശ്യവും താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉയർന്നു വന്നു. ടിപ്പർ ലോറികളുടെ അമിത വേഗത നിയന്ത്രിക്കണമെന്നും താലൂക്ക് സഭയിൽ എത്തിച്ചേരാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യം ഉയർന്നു. ഈ അവസ്ഥയ്ക്ക് കാരണം ബഹുമാനപ്പെട്ട MLAയും ഇവിടുത്തെ LDF നേതൃത്വവും ഉദ്യോഗസ്ഥ വൃന്ദവുമാണ്. കഴിഞ്ഞ 10 വർഷത്തെ തുടർ ഭരണത്തിന്റെ രക്തസാക്ഷിത്വമാണ് ശാസ്താംകോട്ട ഹോസ്പിറ്റലിന്റെ ഈ അവസ്ഥ. എന്താണ് ഉദ്യോഗസ്ഥർ അത് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇവിടെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അതിന് 80 സെന്റ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി തന്നത് ഈ ഓഫീസിൽ നിന്നാണ്. ബഹുമാനപ്പെട്ട തഹസിൽദാർ അതിന് നേതൃത്വം കൊടുത്ത ഒരാളാണ്. അന്നത്തെ സർവേയിൽ മാത്രമാണ് മാറിയത്. അതിന്റെ തെക്കേ അതിരെന്ന് പറയപ്പെടുന്നത് കടയോട് ചേർന്ന് അയ്യപ്പ മെഡിക്കൽ സ്റ്റോർ വരെയാണ്. പക്ഷേ നിലവിലുള്ള ഹോസ്പിറ്റലിന് മുമ്പിൽ വന്നപ്പോൾ അത് 5-6 മീറ്റർ വിട്ട് വീണ്ടും ഈ ഹോസ്പിറ്റലിനോട് ചേർന്ന് അളന്നു പോയതിന്റെ ഒറ്റ കാരണത്താലാണ് ഇപ്പോൾ ഈ കെട്ടിടം പണിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. കോവൂർ കുഞ്ഞുമോൻ MLA വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷീരവികസന ഓഫീസർ പലപ്പോഴും ഈ കമ്മിറ്റികളിൽ വരാറുണ്ട്. അത് നോമിനിയാണ് വരുന്നുണ്ട്. BRC ഒരാൾ പോലെ ഇതുവരെ വന്നിട്ടുണ്ട്. DPO ഉണ്ട്. DPO ഇതിൽ പങ്കെടുക്കേണ്ടതാണ്. AEO ഉണ്ട്. AEOയ്ക്ക് വരും. AEO അല്ല, പകരക്കാരനാണ്. AEO വരാറില്ല. അങ്ങനെ വരാത്ത ഡിപ്പാർട്ട്മെന്റുകളെ CDPOമാർ 2 പേരും ഒരാളെ വന്നു, അഡീഷണൽ വന്നു, അവർക്കും അറിയിപ്പ് കൊടുത്തു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. വിദ്യാധിരാജ ഗ്രൂപ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംസ്ഥാനതല സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കരുനാഗപ്പള്ളിയിലാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനവും നടത്തി. വിദ്യാധിരാജ ഗ്രൂപ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംസ്ഥാനതല സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കാണ് കരുനാഗപ്പള്ളിയിൽ തുടക്കമായത്. കരുനാഗപ്പള്ളി തേവർകാവ് വിദ്യാധിരാജ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലാണ് ആഘോഷ പരിപാടികൾ നടന്നത്. വിദ്യാധിരാജ വിദ്യാസമാജം മാനേജിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ശ്രീലക്ഷ്മി അജി ആഘോഷ പരിപാടികൾക്ക് ദീപം തെളിച്ചു. തുടർന്ന് വിദ്യാധിരാജ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. CR മഹേഷ് MLA സുവർണ ജൂബിലി ആഘോഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വളരെ നിശബ്ദമായി സൂക്ഷ്മതയോടുകൂടി ആരുടെയും മനസ്സിൽ മുറിവേൽക്കാതെ നവോത്ഥാന പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്തയാളാണ് ചട്ടമ്പി സ്വാമികളെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഒരാൾ മഹാനാകുന്നത് അയാൾ ജീവിച്ച കാലഘട്ടത്തിൽ അയാളെക്കുറിച്ചുള്ള വാഴ്ത്തിപ്പാടലുകളല്ല. അയാൾ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതെയായി ജീവിച്ചിരുന്ന പ്രായത്തിന്റെ അല്ലെങ്കിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിന്റെ ഇരട്ടി 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 എന്ന് പറഞ്ഞാൽ കാലം എത്ര അതിവേഗത്തിൽ ഉരുണ്ടു പോയാലും ശരി, ആ മനുഷ്യനെ വീണ്ടും 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 ഓർക്കുമ്പോഴാണ് ഒരാൾ മഹാനായി തീരുന്നത്. അത്തരത്തിലൊരു മഹാനായ മനുഷ്യനായിരുന്നു ചട്ടമ്പി സ്വാമികൾ. വിദ്യാധിരാജ വിദ്യാസമാജം സെക്രട്ടറി ഡോക്ടർ R അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. കരുനാഗപ്പള്ളി നഗരസഭാ ചെയർപേഴ്സൺ P സോമരാജൻ വിശിഷ്ടാതിഥിയായി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺബാബു സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ഏറ്റുമാനൂരപ്പൻ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഹേമന്താർ കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ദീപാചന്ദ്രൻ, നഗരസഭാ കൗൺസിൽ അംഗങ്ങളായ രാധാമണി, ഷാജി, G രാജേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. UDF നേതൃസംഗമം കായംകുളത്ത് നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ടാണ് നേതൃസംഗമം നടത്തിയത്. ഇടതുമുന്നണി സർക്കാരിന്റെ അന്ത്യം കുറിക്കലാകും നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസ് നേതാവ് KC ജോസഫ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ടാണ് കായംകുളത്ത് UDFന്റെ നേതൃസംഗമം നടത്തിയത്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം KC ജോസഫ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണക്കൊള്ള തേച്ചുമായ്ച്ചു കളഞ്ഞ് സ്വന്തം സഖാക്കളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് KC ജോസഫ് കുറ്റപ്പെടുത്തി. നമുക്ക് മുൻകൂർ ലഭിക്കാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലം ഈ അസംബ്ലി ലിമിറ്റിലുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ വന്നപ്പോൾ നമ്മളെ 5000 കൊണ്ട് കുറയും. 5000 കൊണ്ട് വലിയ വ്യത്യാസമൊന്നുമല്ല. അതുകൊണ്ട് നമ്മുടെ ഇനിയുള്ള ശ്രമങ്ങൾ, ഇനിയുള്ള ചുരുങ്ങിയ ദിവസങ്ങളുടെ ശ്രമങ്ങൾ കായംകുളം നിയമസഭാ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള UDF പ്രവർത്തനങ്ങളുടെ ഒരു ആകത്തുകയാകണം നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും. അതിന് കഴിയണമെങ്കിൽ UDF ശക്തമാകണം, UDFന്റെ കൂട്ടായ്മ ഉണ്ടാകണം, മണ്ഡലം തലങ്ങളിൽ UDF സജീവമാകണം.
ഓരോ പഞ്ചായത്തിലെയും പരാജയം വിലയിരുത്തി മുമ്പോട്ട് പോകാനുള്ള സംവിധാനം ഉണ്ടായാൽ, പരിശ്രമങ്ങൾ ഉണ്ടായാൽ തീർച്ചയായും നമുക്ക് ജയിക്കാൻ സാധിക്കില്ല, സംശയമില്ല. അതിന്റെ മുന്നൊരുക്കമാണ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ പ്രചാരണത്തിന്റെ മുന്നൊരുക്കമാണ് പ്രതിപക്ഷ നയിക്കുന്ന പുതിയ യാത്ര. നമുക്കുള്ള ബുദ്ധിമുട്ട് ഇവിടെ യാത്ര വരുന്നത് 26-ാം തീയതി വൈകുന്നേരം 4 മണിക്ക്. നിയോജക മണ്ഡലം ചെയർമാൻ എ ഇർഷാദ് അധ്യക്ഷത വഹിച്ചു. ഇ സമീർ, കെ പി ശ്രീകുമാർ, കറ്റാരം ഷാജി, NDV, ബി രാജശേഖരൻ, തോമസ് എം മാത്തുണ്ണി, എ നിസാർ, യു മുഹമ്മദ്, എം കബീർ, ടി സൈനുലാബുദ്ദീൻ, ചിറപ്പുറത്ത് മുരളി, സിയാദ് വലിയ വീട്ടിൽ, വിശ്വരൂപൻ, രാജേന്ദ്രപ്രസാദ് എന്നിവർ പങ്കെടുത്തു. വലിയ പങ്കാളിത്തത്തോടെ വരവേൽപ്പ് നൽകുന്നതിനപ്പുറമായി ഈ യാത്രയുടെ സന്ദേശം ഈ നിയോജകമണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും എല്ലാ പ്രദേശങ്ങളിലും എത്തിക്കുന്ന തരത്തിൽ, വികേന്ദ്രീകരിക്കുന്ന തരത്തിൽ വലിയ തോതിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളെ ഈ ജാഥയ്ക്ക് വരവേൽപ്പ് നൽകാനുള്ള പ്രവർത്തനമായി നമ്മൾ മുന്നോട്ട് പോവുകയും ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം നമുക്കറിയാം, ജാഥയുടെ പേര് തന്നെ പുതുയുഗ യാത്ര എന്നാണ്. 10 വർഷക്കാലമായി കേരളത്തിൽ അഴിമതിയും ഭരണപരാജയവും കൊണ്ട് ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിച്ച് മുന്നോട്ട് പോകുന്ന ജനദ്രോഹത്തിന്റെ നേർക്കാഴ്ചയായി മാറിയ ഒരു ഗവൺമെന്റ് ദുരിതത്തിൽ നിന്നും ഒരു നാടിനെ രക്ഷിക്കുവാനും ഒരു പുതുകാലഘട്ടത്തിലേക്ക് ഈ നാടിനെ നയിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. PS സുബാൽ MLA നയിക്കുന്ന LDF പ്രചാരണ ജാഥയ്ക്ക് ചെമ്മന്തൂരിൽ സ്വീകരണം നൽകി. 9-ന് പുനരൂരിൽ എത്തുന്ന LDF തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയുടെ പ്രചരണാർത്ഥമാണ് ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ നയിക്കുന്ന LDF തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഫെബ്രുവരി 9-ന് ഉച്ചകഴിഞ്ഞ് 3-ന് അഞ്ചലിൽ സ്വീകരണം നൽകും. ജാഥയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി PS സുബാൽ MLAയുടെ നേതൃത്വത്തിൽ പുനലൂർ മണ്ഡലത്തിൽ നടത്തുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് ചെമ്മന്തൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനത്തിൽ CPIM ചെമ്മന്തൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി സെക്രട്ടറിയും CPI പുനലൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ VS പ്രവീൺകുമാർ സ്വാഗതം പറഞ്ഞു. നാഷണൽ ലീഗ് സംസ്ഥാന സെക്രട്ടറി പുനലൂർ ജലീൽ മുഖ്യപ്രഭാഷണം നടത്തി. ജാഥ മാനേജർ S ബിജു, ജാഥാംഗങ്ങളായ ഷൈൻ ബാബു, ഫിലിപ്പ് കോശി, കുതിരച്ചിറ രാജശേഖരൻ എന്നിവർ പ്രസംഗിച്ചു. ആ സർക്കാർ അധികാരം ഏറ്റെടുക്കുമ്പോൾ വികസന പദ്ധതികളുടെ ശവപ്പറമ്പായി മാറിയ ഒരു സംസ്ഥാനമായിരുന്നു കേരളം. എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും കുതിച്ചുചാട്ടത്തിനും കൊലക്കയർ വിധിക്കപ്പെട്ട ഒപ്പുചാർത്തിയ ഒരു കാലഘട്ടത്തിലാണ് സർക്കാർ അധികാരമേൽക്കുന്നത്. 10 വർഷം പിന്നോക്കം നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുപോകുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. അതിൽ ഞാൻ കഴിഞ്ഞ യോഗങ്ങളിൽ പറഞ്ഞതുപോലെ അതിപ്രധാനമായ ഒന്നാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല. മനാപ്പറമ്പ് എന്ന് പറയുന്ന കോഴിക്കോട് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള 10,000ങ്ങൾക്ക് വിദ്യയുടെ ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു കൊടുത്ത, മാനവികത പഠിപ്പിച്ച ആ ഒരു പൊതുവിദ്യാലയം അടച്ചുപൂട്ടാനുള്ള ഉത്തരവുമായിട്ടാണ് ആ സർക്കാർ വിട പറഞ്ഞത്. അന്ന് ഈ നാട്ടിലൊരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു. സ്വതന്ത്ര കേരളം കണ്ട ഏറ്റവും കെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് ചരിത്രം രേഖ. ജാഥ ക്യാപ്റ്റൻ PS സുബാൽ MLAയ്ക്ക് പുനലൂർ നഗരസഭയുടെ പടിഞ്ഞാറൻ മേഖലയിലെ വിവിധ ബൂത്തുകളിലെ പ്രവർത്തകർ വൻപിച്ച സ്വീകരണം നൽകി. MLAമാർ നയിക്കാനും MLAമാർ ഇല്ലാത്ത സ്ഥലത്ത് മറ്റ് LDFന്റെ നേതാക്കന്മാർ നയിക്കാനുമാണ് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി നമ്മുടെ 9 അസംബ്ലി മണ്ഡലങ്ങളിലും ഈ സമയത്ത് ജാഥകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ജാഥയാണെങ്കിലും ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ജാഥയാണെങ്കിൽ വരാൻ പോകും. ആ ജാഥയുടെ കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് ആലോചിക്കേണ്ടത്. അത് നമ്മുടെ ജാഥ എന്നാണ് വരുന്നത് എന്നുള്ളതെല്ലാം ഇവിടെ പറഞ്ഞു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 9-ാം തീയതി ആ ജാഥ നമ്മുടെ അഞ്ചലിൽ എത്തിച്ചേരുകയാണ്. പടർന്ന് പന്തലിച്ച് കിടക്കുന്ന വലിയ പ്രസ്ഥാനമൊന്നും അല്ലായിരിക്കാം, പക്ഷേ ഇന്ത്യയിൽ എവിടെയും തെറ്റുകളെ ചോദ്യം ചെയ്യാൻ ഈ പ്രസ്ഥാനമുണ്ട്. ഇവിടെ മതേതരത്വത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഛത്തീസ്ഗഡിൽ പോലും അവിടെ ഒരു മതേതര വിരുദ്ധ നിലപാടുണ്ടായാൽ ചോദ്യം ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമുണ്ട്. അത് ഇന്ത്യയിൽ എവിടെയുമുണ്ട്, അത് ലോകത്തെവിടെയുമുണ്ട്. അതാണ് ഇടതുപക്ഷ ആശയമെന്ന് പറയുന്നത്. അതാണ് ഇന്ന് കേരളത്തിൽ ഒരു ബദലായി, രാജ്യത്ത് ഒരു ബദലായി നിൽക്കുന്നത്. ആ ബദൽ ശക്തമായി നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് വന്ന് 10 വർഷക്കാലം പിന്നിടുമ്പോൾ 3ാമത് ഭരണത്തിൽ ഇടതുപക്ഷം ഭരണമെന്ന് പറയുമ്പോൾ അത് ഭരണത്തിന്റെ എന്തെങ്കിലും പ്രത്യേക സുഖലോലുപത അനുഭവിക്കാൻ വേണ്ടിയല്ല. ഇവിടെ ഇരിക്കുന്ന മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരും ഈ ഭരണകൂടവും സുഖലോലുപതയിൽ നിൽക്കുന്ന ഒരു ഭരണകൂടമല്ല. കോൺഗ്രസ് ഭരിക്കുന്നത് പോലല്ല ഇടതുപക്ഷം ഭരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നീണ്ടകര സെന്റ് സെബാസ്റ്റ്യൻസ് LPSൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. യാത്രയയപ്പ് സമ്മേളനവും ഇതോടനുബന്ധിച്ച് നടത്തി. സെറാനോ 2K26 എന്ന പേരിലാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത്.
നീണ്ടകര സെന്റ് സെബാസ്റ്റ്യൻ LPSൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. യാത്രയയപ്പ് സമ്മേളനവും ഇതോടനുബന്ധിച്ച് നടത്തി. സെറേനോ 2K26 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം നിർവഹിച്ചു. സെറേനോ 2026 എന്ന ഈ പ്രോഗ്രാമിന് രണ്ട് സവിശേഷതകളാണ്. ഒന്ന് 156ാമത് വാർഷികം ഇന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻ LP സ്കൂൾ ആഘോഷിക്കുകയാണ്. അതിനോടൊപ്പം പ്രിയങ്കരിയായിട്ടുള്ള പ്രസിഡന്റ് ടീച്ചറുടെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനും കൂടിയാണ്. അത് വർണ്ണാഭമായ വസ്ത്രത്തിൽ നല്ല ഡിസൈനിലാണ് കേട്ടോ. പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ ഡ്രസ് ഡിസൈൻ വളരെ മനോഹരമായിരിക്കുന്നു. ക്യാപ്പൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കുന്നു. എല്ലാവരും വളരെ ഒരു ജോയിലായിട്ടുള്ള മൂഡിലാണ്. അപ്പോൾ അല്പസമയം നമുക്കിത് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേദി മനോഹരമായി ഒരുങ്ങിയിരിക്കുന്നത് അവരുടെ പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ളതാണ് പ്രധാനമായിട്ട് ഈ ദിവസം. 156 വർഷം പിന്നോട്ട് ചിന്തിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഈ പ്രദേശത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ഈ നാടൊക്കെ അന്ന് സ്വതന്ത്ര ഭാരതത്തിന് മുമ്പ് രാജഭരണത്തിൻ്റെ കീഴിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു സവിശേഷത. ഒന്ന് ബഹുമാനപ്പെട്ട റവറൻറ്റ് നമ്മുടെ ഫാദർ പറഞ്ഞ കണക്ക് തന്നെ ഈ സമൂഹത്തിൽ സാധാരണക്കാരന് വിദ്യാഭ്യാസം ലഭിക്കുവാൻ വേണ്ടിയിട്ട് തുടങ്ങി വെച്ചതാണ് രൂപതയുടെ നേതൃത്വത്തിലുള്ള സ്കൂളുകൾ. ലോക്കൽ മാനേജർ ഫാദർ റോൾഡൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. അധ്യാപക പ്രതിനിധി ജെ ഷീബ സ്വാഗതം പറഞ്ഞു. അനുപമാദാസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൊല്ലം കോർപ്പറേറ്റ് മാനേജ്മെന്റ് എഡ്യൂക്കേഷണൽ സെക്രട്ടറി ഫാദർ ബിനു തോമസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. IREL ജനറൽ മാനേജർ SN അജിത് മുഖ്യപ്രഭാഷണം നടത്തി. വിരമിക്കുന്ന പ്രധാനാധ്യാപിക പ്രസന്ന ബെർഗ് മെൻസിനെ വാർഡംഗം ജോളി പീറ്റർ ആദരിച്ചു. ചവറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ T അനിത, ന്യൂൺമീൽ ഓഫീസർ ഗോപകുമാർ, ചവറ BPC കിഷോർ കെ കൊച്ചയ്യം, PTA പ്രസിഡന്റ് ഹെൽഡ, റിട്ടയർഡ് അധ്യാപകൻ മുരളീധരൻ, G സെബാസ്റ്റ്യൻ, അഗസ്റ്റിൻ മാട്ടേൽ, ക്ലീറ്റസ് ആന്റണി, SD ലാമ, കെവിൻ ബെർഗ്മെൻസ്, പ്രസന്ന ബെർഗ്മെൻസ്, മേരി സ്മിത തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മാനദാനവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. വള്ളികുന്നം കാരാഴ്മ വാർഡംഗം ഉഷാചന്ദ്രന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ജനസേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. MS അരുൺകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് കാരാഴ്മ 18ാം വാർഡ് അംഗം ഉഷാചന്ദ്രന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി വട്ടക്കാട് ദേവീക്ഷേത്രത്തിന് സമീപമാണ് ജനസേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. MS അരുൺകുമാർ MLA ജനസേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രാഷ്ട്രീയത്തിന് അതീതമായി ഒരു മെമ്പറായി കഴിഞ്ഞാൽ MLA ആയി കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവർക്കും വരാനും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാനും കഴിയുന്ന, ജനങ്ങൾക്ക് ലഭിക്കാൻ കഴിയുന്ന എല്ലാ സേവനങ്ങളും ഉറപ്പാക്കാൻ കഴിയുന്ന നിലയിലേക്കൊരു സേവന കേന്ദ്രമായി ഈ ഓഫീസ് മാറും എന്നുള്ളതാണ് മെമ്പർ എന്നെ വിളിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ആ നിലയിലേക്ക് അത് മാറാൻ പിന്നെ എനിക്ക് തോന്നുന്നു വള്ളികുന്നം പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു ചിന്ത, ഒരു പുതിയ ആശയം. കഴിഞ്ഞ പ്രാവശ്യം കാര്യം ചെയ്തില്ലെന്ന് അതന്നെ പറഞ്ഞു, പുതിയ ആശയം ഒരാൾ ചെയ്യുമ്പോഴാണല്ലോ അത് ഇംപ്ലിമെൻ്റ് ആകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ആശയം നടപ്പിലാക്കിയ ഓരോ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഓരോ കാര്യങ്ങളും. ഇതും ഒരു പുതിയ വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എഴുതി ചേർക്കാൻ കഴിയുന്ന ആ നിലയിൽ ഈ ഒരു ഓഫീസ് എന്ന സാധാരണ MLAക്ക് ഓഫീസുണ്ട്, MPക്ക് ഓഫീസുണ്ട്, മറ്റുള്ളവർക്ക് എല്ലാ ഓഫീസുണ്ട്. ഇപ്പോൾ കോർപ്പറേഷൻ്റെ എടുക്കുമ്പോൾ കോർപ്പറേഷന് എല്ലാ കൗൺസിലർമാർക്കും ഓഫീസുണ്ട്. അത് പഞ്ചായത്ത് തലത്തിലേക്ക് എത്തുന്നതിനെക്കുറിച്ചൊക്കെ ഇവിടെ മോൻസാവ് സൂചിപ്പിച്ചു. അപ്പോൾ പഞ്ചായത്ത് തലത്തിലും ഇതേപോലെ ഗ്രാമീണമായ സേവന കേന്ദ്രങ്ങൾ ഓഫീസ് ഉയർന്നു വരികയാണ്. തീർച്ചയായും ഇതിന് മുൻകൈയെടുത്ത ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം D അംബുജാക്ഷി, പഞ്ചായത്ത് അംഗം N മോഹൻകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം D രോഹിണി, ബ്ലോക്ക് പഞ്ചായത്ത് മുന്നംഗം KV അഭിലാഷ് കുമാർ, CPIM LDF നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ അറിയിക്കേണ്ട വിവരങ്ങളും പരാതികളും അപേക്ഷകളും ജനസേവാ കേന്ദ്രത്തിൽ നൽകാം. ഒരു സംരംഭം എന്ന് പറയുന്നത് ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ളതാണ്. കാരണം നമുക്കറിയാം നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്
അവരുടെ ആവശ്യങ്ങളെ അവരെ സംരക്ഷിച്ചുകൊണ്ട് പോകുവാൻ ഒരു ജനപ്രതിനിധി സംവിധാനം ഇവിടെ ഒരു ഒഴുങ്ങി നിൽക്കുകയാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്, പ്രദേശത്തിൻ്റെ ആവശ്യം എന്താണ്, ആ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് പരിഹാരം കാണുവാനുള്ള ഒരു കൂട്ടായ്മയാണ് ഇന്നിവിടെ തുടങ്ങി വെച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. പ്രധാന വാർത്തകൾ വീണ്ടും. കുണ്ടറ പെരുമ്പുഴ സെറ്റിൽമെന്റ് കോളനിയിൽ 3 യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവം. കേസിൽ പ്രധാന പ്രതി പിടിയിൽ. പുനക്കന്നൂർ സ്വദേശി നിയാസ് ആണ് പിടിയിലായത്. തൊടിയൂരിലെ 3 വാർഡുകളിൽ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷ. ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിലെ കുഴൽക്കിണർ നാടിന് സമർപ്പിച്ചു. MLA ഫണ്ടിൽ നിന്നും 19 ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. ശാസ്താംകോട്ട ഭരണിക്കാവിലെ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് താലൂക്ക് വികസന സമിതി. യോഗത്തിൽ പങ്കെടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണം. തിരക്കുള്ള ജംഗ്ഷനുകളിൽ ഹോം ഗാർഡുകളെ നിയമിക്കണമെന്നും ആവശ്യം. ഇടതുമുന്നണി സർക്കാരിന്റെ അന്ത്യം കുറിക്കലാകും നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന് കോൺഗ്രസ് നേതാവ് KC ജോസഫ്. കായംകുളത്ത് UDF നേതൃസംഗമം. VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ടായിരുന്നു നേതൃസംഗമം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.